കഴിഞ്ഞ ദിവസം യമനിൽ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വ്യോമാക്രമണം നടത്തിയിരുന്നു. പിന്നാലെ ഹൂതികളും ആക്രമണം നടത്തി. ആക്രമണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയറായ USS ഹാരി എസ് ട്രൂമാനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്നാണ് ഹൂതികൾ അവകാശപ്പെടുന്നത്. ഹൂതി വക്താവ് യഹിയ സാരിയാണ് ഈ അവകാശവാദം ഉയർത്തിയത്. 18 ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നും യഹിയ സാരി അവകാശപ്പെട്ടു. യമനിലെ അമേരിക്കയുടെ ആക്രമണത്തിന് മറുപടിയായാണ് തിരിച്ചടിച്ചതെന്നാണ് ഹൂതികൾ പറയുന്നത്. യമനിലെ ജനവാസ മേഖലയിലാണ് അമേരിക്ക ആക്രമണം നടത്തിയതെന്നാണ് ഹൂതികൾ അവകാശപ്പെട്ടത്. നിരവധി സാധാരണക്കാർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നും ഹൂതികൾ പറഞ്ഞു. യമനിൽ നിന്ന് ഹൂതികൾ തൊടുത്തുവിട്ട മിസൈൽ ഈജിപ്തിലെ സിനായ് ഉപദ്വീപിൽ പതിച്ചെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ഹൂതികൾ ലക്ഷ്യമിട്ടത് ഇസ്രായേലിനെയാണോ എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അന്വേഷണം തുടങ്ങിയെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇസ്രായേൽ നഗരമായ എയ്ലാത്തിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയുള്ള ഈജിപ്തിന്റെ മേഖലയിലാണ് മിസൈൽ പതിച്ചത്. ഹൂതികളുടെ ആക്രമണം ഉണ്ടാകുമെന്ന ആശങ്കകൾക്കിടെ കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ വ്യോമസേന ജാഗ്രത വർദ്ധിപ്പിച്ചിരുന്നു. ഇസ്രായേൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ഭീഷണി മുഴക്കിയിരുന്നു. യമനിൽ അപ്രതീക്ഷിത ആക്രമണമാണ് US നടത്തിയത്. അതിന്റെ അമ്പരപ്പിലാണ് ലോകം. ഗസ ആക്രമണത്തിന്റെ പ്രതികാരമായാണ് ഹൂതികൾ ഇസ്രായേലിനെതിരെ അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത്. ഹൂതികൾ ശരിക്കും ഇസ്രായേലിന് വെള്ളം കുടിപ്പിച്ചു. ആദ്യം ചെങ്കടലിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെയാണ് ഹൂതികൾ ആക്രമിച്ചത്. പിന്നീട് ഇസ്രായേലിനുള്ളിലും ഹൂതികൾ അതിശക്തമായ ആക്രമണം നടത്തി. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ പോലും നോക്കുകുത്തിയാക്കിയാണ് ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിച്ചത്. യമനിൽ US നേരിട്ട് ആക്രമണം നടത്തിയത് സ്ഥിതിഗതികളെ സങ്കീർണമാക്കിയെന്നാണ് വിലയിരുത്തൽ. ഹൂതികൾ ഇസ്രായേലിന് നേർക്ക് മാത്രമല്ല ഇനി USനെതിരെയും ആക്രമണം നടത്തും. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും സംഘർഷം ഉരുണ്ടുകൂടുന്നതിന്റെ ആശങ്കയിലാണ് ലോകം. യുദ്ധത്തിൽ US കൂടി നേരിട്ട് ഇടപെടുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിന്റെ പ്രത്യേകത. ആക്രമണത്തിന് പിന്നാലെ അതിരൂക്ഷമായി തന്നെ ഹൂതികൾ പ്രതികരിച്ചു. ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നോളൂ എന്ന താക്കീതാണ് ഹൂതികൾ നൽകിയത്. തിരിച്ചടിക്കുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നാലെയാണ് ഹൂതികളുടെ ആക്രമണം ഉണ്ടായത്. യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ് ആക്രമണം നടത്തിയതെന്നാണ് US അവകാശപ്പെടുന്നത്. എന്നാൽ US ചെയ്തത് യുദ്ധക്കുറ്റമാണെന്നാണ് ഹൂതികൾ ആരോപിക്കുന്നത്. സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ടാണ് US ആക്രമണം നടത്തിയതെന്നും ഹൂതികൾ കുറ്റപ്പെടുത്തി. പലസ്തീനികളെ സഹായിച്ചതിനാലാണ് ആക്രമണം നടത്തിയതെന്നും ഹൂതികൾ ആരോപിച്ചു. അടിക്ക് തിരിച്ചടി എന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സാനയിലും സാദയിലുമാണ് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ആക്രമണങ്ങളിൽ 39 പേർ കൊല്ലപ്പെട്ടതായാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന റിപ്പോർട്ട്. ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികരണമായാണ് ആക്രമണമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. അമേരിക്കൻ കപ്പലുകളെ അടക്കം ആക്രമിച്ചിട്ടുണ്ട്. ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ വൻ തിരിച്ചടിയാണ് ഹൂതികൾക്ക് ഉണ്ടാവുകയെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹൂതികൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇറാനോടും ട്രംപ് ആവശ്യപ്പെട്ടു. USനെ ഇറാൻ ഭീഷണിപ്പെടുത്തിയാൽ തുടർന്നുള്ള ഭവിഷ്യത്തുകൾക്ക് ഇറാൻ മാത്രമായിരിക്കും ഉത്തരവാദിയെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാനുമായി ആണവ കരാറിനെക്കുറിച്ച് ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ് ഇറാന് മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. ചെങ്കടലിലെ ഹാരി എസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങളാണ് സനയിൽ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട്. ഗസയിലുടനീളമുള്ള വലിയ ഓപ്പറേഷന്റെ തുടക്കമാണിതെന്ന് മിഡിൽ ഈസ്റ്റിൽ സൈനിക മേൽനോട്ടം വഹിക്കുന്ന US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് പറഞ്ഞു.